ഇന്ത്യയുടെ ആയുധപ്പുരയുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഇനി പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരും. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലിന് ഇന്ത്യ ഒക്ടോബർ 18-ന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പുതുതായി ഉദ്ഘാടനം ചെയ്ത ലക്നൌ പ്ലാന്റിൽ നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് കൈമാറുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഫ്ളാഗ് ഓഫ് ചെയ്ത് ചടങ്ങിന് നേതൃത്വം നൽകും. ലക്നൌ പ്ലാന്റിൽ പ്രതിവർഷം 80 മുതൽ 100 മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ നിർമ്മാണ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും അതിന് സാധ്യതയുള്ള കയറ്റുമതികളെ പിന്തുണയ്ക്കുന്നതിനുമാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPOയും തമ്മിൽ സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ബ്രഹ്മോസ്. 290 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിൽ തന്നെ വേഗത്തിൽ പ്രഹരശേഷി ഇവയ്ക്കുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ലക്നൌ പ്ലാന്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. 100 കണക്കിന് തൊഴിലവസരങ്ങൾ ഇതിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെടും. എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ തന്നെ നിരവധി പേരെ ഇതിലേക്ക് നിയമിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പ് കൂടിയായിരുന്നു ഈ ഒരു പദ്ധതി. മിസൈലിന് ഏകദേശം മാക് 3 വേഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും. അതായത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത എന്നതാണ് വ്യക്തമാക്കുന്നത്. വകഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് 290 മുതൽ 400 കിലോമീറ്റർ വരെ ദൂര പരിധിയിൽ തന്നെ അതിന് പ്രഹരശേഷിയുണ്ട്. മാത്രമല്ല, കര, വ്യോമ, കടൽ എന്നിവയിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ഒരു ബ്രഹ്മോസ് ആകട്ടെ തീയും മറകലും എല്ലാം തന്നെ ആ ഒരു തത്വത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. കൂടാതെ തന്നെ കൃത്യമായ ലക്ഷ്യങ്ങൾ ആക്രമിക്കുമ്പോൾ റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണിവ. തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് ലക്നൌ സൗകര്യം എന്നത് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതുപോലെ സൈനിക ഉപയോഗത്തിന് പുറമെ തന്നെ ഈ പദ്ധതി പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അനുബന്ധ വ്യവസായങ്ങൾ വളർത്തുകയും കയറ്റുമതി ഉൾപ്പെടെയുള്ള ആഭ്യന്തര പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നം വിപുലീകരിക്കുന്നതിനുള്ള സർക്കാർ ശ്രമത്തിന്റെ വിശാലമായ അടിസ്ഥാനത്തിലാണ് ഈ സൗകര്യം പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല, ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ലക്നൌ ലൈനിൽ നിന്നുള്ള മിസൈലുകളുടെ ആദ്യ ഔദ്യോഗിക വിതരണമായിരിക്കും നടക്കുന്നത്. ഉയർന്ന സാങ്കേതിക പ്രതിരോധ മേഖലകൾക്കായുള്ള പ്രവർത്തന സന്നദ്ധതയും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സംരംഭത്തിലും ഉദ്യോഗസ്ഥർ ഊന്നൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംസ്ഥാനത്തിന്റെ വ്യാവസായിക പ്രൊഫൈലുകളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ സാധ്യതകൾ ഇതിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആദ്യ ബാച്ച് വിന്യസിപ്പിക്കാൻ തയ്യാറായതോടുകൂടി തന്നെ സൗകര്യത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന വാർഷിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി തന്നെ ഉൽപ്പാദനം നിലനിർത്തുക, വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയിലേക്കാകും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.